إن الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على محمد وآله وصحبه أجمعين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله، ونشهد أن محمدا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم، علم الإنسان ما لم يعلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകൾ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയരായി ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വാബോധത്തോടെ ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസിമാരായി ജീവിച്ചുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, നിന്റെ റഹ്മത്താകുന്ന മഴ ഞങ്ങളിൽ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളികളിലെല്ലാം 2 ആഴ്ചകൾക്ക് മുമ്പ് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരവും ഒക്കെ നടത്തിയതാണ്. അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ പലരും അസ്വസ്ഥരാകാൻ തുടങ്ങി. പ്രാർത്ഥനയിലൂടെ അള്ളാഹു നമുക്ക് നൽകിയതാണ്, റഹ്മത്താണ് മഴ. അതൊരാഴ്ച നീണ്ടു നിന്നപ്പോൾ പലരുടെയും വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലുമൊക്കെ വെള്ളവും ചെളിയും ഒക്കെ അടിഞ്ഞു കയറിയപ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പല ആൾക്കാരും എത്തിച്ചേർന്നു. ഇവിടെ കരണീയമായ മാർഗം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് തന്നെയാണ് പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിച്ചാണ് റഹ്മത്ത് ആകുന്ന മഴ നമ്മളിലേക്ക് വർഷിപ്പിച്ചത്. അത് ഇനി നമുക്ക് തൽക്കാലം വേണ്ടെങ്കിൽ അവിടെയും പ്രാർത്ഥന തന്നെയാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹിയുടെ കാലത്ത് നടന്ന ഒരു സംഭവം ഈ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ദിവസത്തിൽ നമ്മളിവിടെ പറയുകയുണ്ടായി. ഒരാഴ്ച ഒരു സഹാബി അള്ളാന്റെ റസൂലെ, കൃഷിയൊക്കെ നശിച്ചു, ഞങ്ങളുടെ കൃഷിയിടമൊക്കെ വരണ്ടുണങ്ങി, നാൽക്കാലികൾ ചത്തൊടുങ്ങുന്നു, വെള്ളമില്ല, ഒരു സ്ഥലത്തും കുടിക്കാനും ഒന്നിനും വെള്ളമില്ല എന്ന് പറഞ്ഞ് പരാതി വന്ന സമയത്ത് മദീന മിമ്പറിൽ നിന്നാണ് അള്ളാന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്.
ആ ജുമയിൽ കഴിഞ്ഞ് ജനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അന്നത്തെ മഴ. അത് ഒരാഴ്ച നീണ്ടു നിന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു സഹാബി എന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, വഴികളെല്ലാം മുറിഞ്ഞു, നടന്നു പോകുന്ന വഴികളൊക്കെ വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് വെള്ളത്തിന്റെ കുത്തൊഴുക്ക് വർദ്ധിച്ചിരിക്കുന്നു. അത് പല നാശനഷ്ടങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹിന്റെ റസൂലെ, അതിനൊരു പ്രതിവിധി താങ്കൾ തന്നെ കണ്ടെത്തണം. താങ്കൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത്. ഇനി ഈ ആഴ്ച അതൊന്ന് എന്താണ് ആ റഹ്മത്ത് തൽക്കാലത്തേക്കൊന്ന് നിർത്താൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഹവാലൈന വല അലൈന. ഇതാണ് നമുക്കും പ്രാർത്ഥിക്കാനുള്ളത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഹവാലൈന, ഈ മഴയില്ലാത്ത പ്രദേശങ്ങളിലേക്ക് നീ തിരിച്ചുവിടണേ. ഇപ്പൊ ഡൽഹിയിലൊട്ടും മഴയില്ല, കഠിനമായ ചൂട വെന്തുരുകിക്കൊണ്ടിരിക്കുക. നമ്മൾ വായിച്ചു കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ. അപ്പൊ മഴയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നിർത്തിക്കളയാനല്ല പറയേണ്ടത്, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അല്ലാഹുമ്മ ഹവാലൈന, ഇതിനെ മഴയില്ലാത്ത സ്ഥലങ്ങൾ ചുറ്റുപാടുകളിലേക്ക് നീ തിരിച്ചുവിടണം. വല അലൈന, തൽക്കാലത്തേക്ക് ഞങ്ങളിൽ നിന്നും ഈ റഹ്മത്തിനെ പിൻവലിക്കണം. തൽക്കാലത്തേക്ക്, തീർത്തും പിൻവലിച്ചാൽ വീണ്ടും നമ്മൾ പോകും. അപ്പോൾ മഴ കൊണ്ട് ബുദ്ധിമുട്ടായവർ അങ്ങനെ പ്രാർത്ഥിക്കുക. ഒരിക്കലും മഴയെ ശപിക്കാനോ കുറ്റം പറയാനോ അള്ളാഹു നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. കാരണം ഇത് അള്ളാഹിന്റെ റഹ്മത്ത, കാരുണ്യമാണ്. അത് നിലച്ചു പോകാൻ പാടില്ല. ആദ്യമായി പറയുന്ന പോയിന്റ് അതാണ്. പിന്നീട് നമ്മൾ മദ്രസയും സ്കൂളും ഒക്കെ ഇൻഷാ അല്ലാഹ് തുറക്കുകയാണ്. നാളെ 1-ാം തീയതി മദ്രസകളെല്ലാം അതിന്റെ അധ്യയന ആരംഭിക്കുകയാണ്. അതുപോലെ സ്കൂളുകൾ 3-ാം തീയതി അതിന്റെ പഠനം ആരംഭിക്കുകയാണ്. ഇസ്ലാം വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യം അതിമഹത്തരമാണ്. ആദ്യമായി അവതരിച്ച ഖുർആൻ വചനം തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ്. അത് അവതരിച്ച സ്ഥലം നമുക്കറിയാം. ജബലുൻ നൂർ, ഹിറാ ഗുഹയിലാണ് ആദ്യമായി ഞാൻ ഓതി വെച്ച അലക്ക് സൂറത്തിലെ ആദ്യ ആയത്തുകൾ അവതരിക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കണം. വായന തുടങ്ങേണ്ടത് ആരുടെ നാമത്തിലാകണം? അള്ളാന്റെ നാമത്തിലാകണം. വേറെ ആരുടെയും നാമത്തിൽ, സൃഷ്ടികളായ മനുഷ്യരുടെയോ അല്ലെങ്കിൽ മനുഷ്യർ പൂജിക്കുന്ന പല വസ്തുക്കളുടെയോ പേരിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? വായന തുടങ്ങാൻ പാടില്ല, എഴുത്ത് തുടങ്ങാൻ പാടില്ല. വായിക്കുകയും എഴുതുകയും ചെയ്യേണ്ടത് ആരുടെ നാമത്തിലാകണം? അള്ളാഹുവിന്റെ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഒരു കുഞ്ഞിനെ ഫസ്റ്റ് എഴുതിപ്പിക്കുമ്പോഴേ എന്ത് പറഞ്ഞാണ് എഴുതിപ്പിക്കേണ്ടത്? ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം ആ അലിഫ് എന്ന അക്ഷരം കുറിക്കേണ്ടത്. അതുപോലെ മലയാളത്തിലെ ആ എന്ന് എഴുതുമ്പോഴും ആ കുഞ്ഞിനെ കൊണ്ട് ബിസ്മില്ല എന്ന് പറയിപ്പിക്കണം. ഇംഗ്ലീഷിലെ എ എന്ന് എഴുതുമ്പോഴും ആ കുഞ്ഞിനെ കൊണ്ട് എന്ത് പറയണം? ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് വേണം അത് ആരംഭിക്കുവാൻ എന്ന് ആര് പറയുന്നു? ലോകരക്ഷിതാവ് പറയുന്നു. അതാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വേണം നീ വായന തുടങ്ങുവാൻ. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചത് ഭ്രൂണത്തിൽ നിന്നാണ്. സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും ചേരുന്ന ആദ്യ അവസ്ഥയാണ് അലക്ക്, ഭ്രൂണം. മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്? ഭ്രൂണത്തിൽ നിന്നാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം, അത്യുദാരനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കണം. അല്ലദീ അല്ലമ ബിൽ ഖലം, അവൻ നിന്നെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ്. മനുഷ്യർക്ക് 2 അനുഗ്രഹങ്ങളാണ്. ഒന്ന് പഠിക്കാനുള്ള കഴിവ്, വായിക്കാനുള്ള കഴിവ്, ഒന്ന് എഴുതാനുള്ള കഴിവ്. ഈ കഴിവ് നൽകിയത് ആരാണ്? അള്ളയാണ്. അതുകൊണ്ട് വായനയും എഴുത്തും ആരുടെ നാമത്തിൽ മാത്രമേ പാടുള്ളൂ? അള്ളാഹുവിന്റെ നാമത്തിൽ മാത്രമേ പാടുള്ളൂ. ഇപ്പൊ നാളെ മദ്രസയിൽ കൊണ്ട് കുട്ടിയെ ചേർക്കുമ്പോൾ ആദ്യമായി അവനെ കൊണ്ട് അലിഫ് എഴുതുകയാണ് എങ്കിൽ ബിസ്മില്ല കൊണ്ട്. ഉസ്താദ് മറന്നുപോയാലും എഴുതിക്കാൻ കൊണ്ടുപോകുന്ന രക്ഷിതാവ് മറന്നുപോകാൻ പാടില്ല. അത് എഴുതിക്കുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറയണം. ഈ ആശാട്ടിമാരുടെ അടുത്തുകൊണ്ട് എഴുതുന്ന ഒരു പരിപാടിയുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ. അവരൊരിക്കലും ബിസ്മില്ല കൊണ്ടല്ല എഴുതിപ്പിക്കുന്നത്, മറിച്ച് ഹരിശ്രീ ഗണപതായ നമ്മ എന്നാണ് അവർ പറയുന്നത്. ഗണപതിയുടെ നാമം എന്നാലോചിക്കേ. അള്ളാഹ് പറയുന്നു, നീ നിന്റെ കുഞ്ഞിനെ എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് അള്ളാന്റെ നാമത്തിലാകണം.
പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. കൊണ്ട് അംഗൻവാടിയിലേക്കോ അല്ലെങ്കിൽ ആശാട്ടിയുടെ മുന്നിൽ എഴുത്തിനിരുത്തി കഴിയുമ്പോൾ അവർ പറയിപ്പിക്കുന്നത് എന്താണ്? ഹരിശ്രീയാണ് പറയിപ്പിക്കുന്നത്. ഗണപതായ നമ എന്ന് പറഞ്ഞാൽ ആരുടെ നാമത്തിലാണത്? ഗണപതിയുടെ നാമത്തിലാണ്. ആ ഫസ്റ്റിൽ തന്നെ പിഴച്ചു. കുഞ്ഞിന്റെ ആദ്യ പഠനം തന്നെ പിഴവ് സംഭവിച്ചു, വലിയ ശിർക്ക് സംഭവിച്ചു. അതുണ്ടാകാതെ ഓരോ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹ് പറയുന്നു, ഖുൽ ഹൽ യസ്തവില്ലദീന യഅമലൂന വല്ലദീന ലാ യഅലമൂൻ. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഹൽ യസ്തവില്ലദീന യഅലമൂന, വിവരമുള്ളവരും, വല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്തവരും സമമാകുമോ? പഠിച്ച് വിജ്ഞാനത്തിന്റെ ഉത്തുംഗതയിൽ എത്തിയവരും ഒന്നും പഠിക്കാത്തവരും സമമാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, വിജ്ഞാനത്തെ പറ്റി ചിന്തിക്കുന്നത് ബുദ്ധിയുള്ളവർ മാത്രമാണ്. മക്കളെ പഠിപ്പിക്കണം, ഉന്നതികളിൽ എത്തണം എന്ന് ചിന്തിക്കുന്നവർ ആര് മാത്രമാണ്? ബുദ്ധിയുള്ളവർ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. സുമർ സൂറത്തിലെ 9-ാമത്തെ ആയത്തിലായിക്കൊണ്ട് അല്ലാഹു പഠിപ്പിക്കുന്നു. വീണ്ടും അൽ മുജാദല സൂറത്തിലെ 11-ാമത്തെ ആയത്തായിക്കൊണ്ട് അല്ലാഹു പഠിപ്പിക്കുന്നു, നിങ്ങളിൽ നിന്നും ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും അല്ലാഹു ഉയർത്തി നിർത്തും. ഈമാനുള്ളവരെ അല്ലാഹു ഉയർത്തി നിർത്തും. വല്ലദീന ഊതുൽ ഇൽം, വിജ്ഞാനം നൽകപ്പെട്ടവരെയും അല്ലാഹു സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തി നിർത്തും. ദറജാത്ത്, പലവിധ പദവികൾ നൽകിക്കൊണ്ട്. വിജ്ഞാനം എത്ര സമ്പത്താണെങ്കിലും വിജ്ഞാനത്തിന്റെ മുമ്പിൽ പരാജയപ്പെടും. ഒരു കളക്ടർ വന്നു കഴിഞ്ഞാൽ അവൻ നേടിയ വിജ്ഞാനത്തിന് ജനങ്ങൾ ആദരിക്കും. അവന്റെ സമ്പത്തല്ല, ആ വിജ്ഞാനമാണ് അവർ പരിഗണിക്കുന്നത്, ജനം പരിഗണിക്കുന്നത്. നമ്മളൊന്ന് അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകും, അല്ലയോ? അത് എവിടെ നിന്ന് വന്ന മനുഷ്യൻ ബഹുമാനിക്കുന്നത്? എന്താണ് ആ കാരണം? അവന്റെ വിജ്ഞാനം, അവൻ നേടിയ വിജ്ഞാനമാണ്. ഒരു കഴിവുള്ള ഉന്നതനായ ഒരു ഡോക്ടർ നമ്മുടെ സമൂഹത്തിന് മുന്നിലേക്ക് വന്നാലും നമ്മൾ അറിയാതെ ബഹുമാനിക്കുന്നത് എന്താ കാരണത്താൽ? അദ്ദേഹം നേടിയ ആ വിജ്ഞാനമാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ദറജാത്ത് നൽകി അള്ളാഹു അവരെ ആദരിക്കും. പദവികൾ നൽകി, ഗ്രേഡുകൾ നൽകി ആദരിക്കും. ആരെയൊക്കെയാണ് ആദരിക്കുന്നത്? ഈമാനുള്ളവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹു ദറജാത്ത്, ഗ്രേഡുകൾ നൽകി ആദരിക്കും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. മറ്റൊരു സൂറത്ത് അൽ ബഖറ സൂറത്തിൽ അള്ളാഹു പറയുന്നു, യുഉതിൽ ഹിക്മത മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു വിജ്ഞാനം വാരിക്കോരി നൽകും. പടച്ചവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു വിജ്ഞാനം വാരിക്കോരി നൽകും. വമൻ യുഉതൽ ഹിക്മ, ആർക്കെങ്കിലും വിജ്ഞാനം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, അള്ളാഹുവിൽ നിന്നും വലിയ നന്മയാണ് അവന് ലഭിക്കുന്നത്. വിജ്ഞാനം അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്നും വലിയ നന്മയാണ് അവന് ലഭിക്കുന്നത്. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ മാത്രമേ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് അൽ ബഖറ സൂറത്തിൽ അള്ളാഹു പറയുന്നു. സൂറത്ത് അൽ ഫാത്തിറിൽ അള്ളാഹു പറയുന്നു, ഇന്നമാ യഖ്ശല്ലാഹ്, തീർച്ചയായും അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നവർ, മിൻ ഇബാദിഹി, അവന്റെ ദാസന്മാരിൽ നിന്നും അള്ളാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടുന്നവർ, അൽ ഉലമാ, വിജ്ഞാനം നൽകപ്പെട്ടവരാണ്. ദീനി വിജ്ഞാനം നൽകപ്പെട്ടവർ, ദുന്യവി വിജ്ഞാനം നൽകപ്പെട്ടവർ, ഇങ്ങനെ വിജ്ഞാനം നൽകപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പേടിക്കേണ്ട രൂപത്തിൽ പേടിക്കുന്നതെന്ന് അൽ ഫാത്തിർ സൂറത്തിൽ അല്ലാഹു പറയുന്നു. ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഒരാളിൽ അള്ളാഹു നന്മ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, ഒരു മനുഷ്യൻ, ഇപ്പൊ ഈ ഇരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ടല്ലോ, 4 നിലകളിലായി തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അള്ളാഹ് പറയുന്നു, നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, മതവിഷയത്തിൽ അവനെ പണ്ഡിതനാക്കും, ഫഖീഹാക്കും. ഈ 4 നിലയിൽ തിങ്ങിയിരിക്കുന്ന സത്യവിശ്വാസികൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നമ്മളുടെ കൂട്ടത്തിൽ അള്ളാഹു നന്മ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് മതപരമായ വിജ്ഞാനം വാരിക്കോരി അള്ളാഹു നൽകും. ഖുർആനിൽ അവഗാഹം നൽകും, ഹദീസിൽ അവഗാഹം നൽകും, താരീഖിൽ അവഗാഹം നൽകും, ഫിഖ്ഹിൽ നൽകും. ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ കംപ്ലീറ്റ് നല്ല അവഗാഹം ഉള്ള ഒരാളാക്കി മാറ്റും ഒരാളെ അള്ളാഹു നന്മ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഖാല റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ,
ഖൈറുൻ ലക മിൻ ഹുമിരിൻ നഅം. അള്ളാഹുവിന്റെ റസൂൽ പറയുക, നീ മുഖേന അള്ളാഹു ഒരു മനുഷ്യനെ നേർമാർഗത്തിലാക്കുകയാണ് എങ്കിൽ നിന്റെ സംസാരം മുഖേന, നിന്റെ എഴുത്ത് മുഖേന, നിന്റെ പാണ്ഡിത്യം മുഖേന ഒരാളെ ഹിദായത്തിലാക്കുകയാണെങ്കിൽ, അവനോട് പറഞ്ഞു കൊടുത്ത് സത്യമാർഗം പറഞ്ഞു കൊടുത്ത് ഖുർആൻ പറഞ്ഞു കൊടുത്ത് ഹദീസ് പറഞ്ഞു കൊടുത്ത് സത്യമാർഗത്തിലേക്ക് ഒരാളെ കൈപിടിച്ചു കൊണ്ടുവന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖൈറുൻ ലക മിൻ ഹുംരിൻ നഅം, ചുവന്ന തരം അഥവാ മുന്തിയ തരം കന്നുകാലി സമ്പത്ത് നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ്. നിന്റെ സംസാരം കൊണ്ട്, നിന്റെ എഴുത്തുകൊണ്ട്, നിന്റെ പാണ്ഡിത്യം കൊണ്ട് ഒരാളെ ഹിദായത്തിലേക്ക് നയിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ കന്നുകാലി സമ്പത്തിനേക്കാൾ ഏറ്റവും ഹൈർ അതാണ്. ആ ഒരാൾ നിന്റെ സംസാരം മുഖേന നേർമാർഗത്തിൽ എത്തുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയും. അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും പറയുന്നു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ, വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു. അത് ഏത് നാട്ടിലാണെങ്കിലും വേണ്ടില്ല, നമ്മുടെ സ്വന്തം കേരളത്തിലാണെങ്കിലും അല്ലെ കേരളത്തിന് പുറത്ത് വേറെ ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണെങ്കിലും വേണ്ടില്ല, വിജ്ഞാനം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ സഹലല്ലാഹു ത്വരീഖൻ ഇലൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരും. സ്വർഗത്തിലേക്ക് കിടക്കാനുള്ള എളുപ്പ വഴിയാണ് വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു. പിന്നെ പണ്ഡിതന്മാരെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വിജ്ഞാനം നൽകപ്പെട്ട, ഖുർആനിലും ഹദീസിലും വിജ്ഞാനം നൽകപ്പെട്ട പണ്ഡിതന്മാരെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു. ഖാല റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, വഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ, തീർച്ചയായും പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, വറസത്തുൽ അംബിയാ, അംബിയാക്കളെ അനന്തരമെടുത്തവരാണ്, പ്രവാചകന്മാരെ അനന്തരമെടുത്തവരാണ് പണ്ഡിതന്മാർ. വഇന്നൽ അംബിയാഅ, തീർച്ചയായും പ്രവാചകന്മാർ, ലം യുവറസു ദീനാറൻ വലാ ദിർഹമൻ, അവർ അനന്തരമെടുത്തത് ദീനാറോ ദിർഹമോ അല്ല. പ്രവാചകന്മാർ അനന്തരമെടുത്തത് ദീനാറോ ദിർഹമോ അല്ല. ഇന്നമാ വറസു അൽ ഇൽമ, അവർ അല്ലാഹുവിൽ നിന്നും അനന്തരമെടുത്തത് വിജ്ഞാനത്തെയാണ്, ഇൽമിനെയാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ ബാഖിലിൻ, വിജ്ഞാനം ആരെങ്കിലും കരസ്ഥമാക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൽ നിന്നും വലിയ നന്മയുടെ ഓഹരിയാണ് അവൻ കരസ്ഥമാക്കുന്നത്. ഇനി ദുനിയാവിനെ ലക്ഷ്യം മാത്രം പഠിക്കുന്നവരെ പറ്റി അള്ളാഹു റസൂൽ പറയും, ദുനിയാവ്, ആ ദുനിയാവിൽ വലിയ ആളാകണം, വലിയ സമ്പന്നനാകണം, വിജ്ഞാനത്തിലൂടെ എല്ലാവരും ആദരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരണം എന്ന നിയ്യത്ത് മാത്രമുള്ള ആൾക്കാരെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു. ഖാല റസൂലുള്ളാഹ്, മൻ തഅല്ലമ ഇൽമ, ഒരാളൊരു വിജ്ഞാനം നേടി, യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ്, ആ വിജ്ഞാനം നേടിയത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച് മാത്രമാണ് എങ്കിൽ, ലാ യതഅല്ലമു ഇല്ലാ ലിയുസൂബ ബിഹി അർളൻ മിനദ് ദുനിയ ലം യജിദ് അർഫൽ ജന്ന യൗമൽ ഖിയാമ. അല്ലാഹു റസൂൽ പറയാണ്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അഭ്യസിക്കേണ്ട വിജ്ഞാനം ഒരാൾ ലൗകിക കാര്യലാഭത്തിന് വേണ്ടിയാണ് നേടിയതെങ്കിൽ ഈ ദുനിയാവിൽ നേട്ടം ലഭിക്കണം, എല്ലാവരും തന്നെ ആദരിക്കണം, എല്ലാവരും തന്നെ ബഹുമാനിക്കണം, ഇതാണ് അയാളുടെ മനസ്സിലുള്ള ലക്ഷ്യം. പടച്ചവനിൽ നിന്നും പ്രതിഫലം കിട്ടണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ലം യജിദ് അർഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് സ്വർഗത്തിന്റെ പരിമളം അനുഭവിക്കാൻ കഴിയില്ല. അപ്പൊ വിജ്ഞാനം നേടുന്നത് ആഖിറത്തിന്റെ വഴി എളുപ്പമായി കിട്ടാനായിരിക്കണം. ഒരിക്കലും ദുനിയാവിന്റെ വഴി തുറന്നു കിട്ടാൻ മാത്രമാകരുത് വിജ്ഞാനം. അതാണ് ഇപ്പോൾ നമ്മുടെ മക്കളുടെയൊക്കെ ലക്ഷ്യം, ദുനിയാവിൽ നേട്ടം കിട്ടാനാണ് എന്ന് തോന്നുന്നു. മക്കൾ ലണ്ടനിലേക്ക് പോകുന്നു, ന്യൂസിലാൻഡിലേക്ക് പോകുന്നു, അമേരിക്കയിലേക്ക് പോകുന്നു, ഏതൊക്കെ രാജ്യത്തിലെ വിജ്ഞാനം തേടി പോകുന്നുണ്ട്. പക്ഷെ എല്ലാം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ മണിയേക്കാൾ വില കൂടിയ മണികളാണ് യൂറോയും അതുപോലെ ദിർഹമും ദീനാറും എല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണോ പോകുന്നത് എന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഒന്ന് അന്വേഷിക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കും. വിജ്ഞാനം തേടുന്നത് ഈ ദുനിയാവിലെ ലക്ഷ്യം മാത്രമാകാത്തത് ആഖിറത്തിൽ വിജയം കൂടാൻ ആകണം. ദുനിയാവിലെ ലക്ഷ്യം മാത്രം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്? അവനെ അള്ളാഹിന്റെ സ്വർഗത്തിന്റെ പരിമളം കിട്ടത്തില്ല, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവന് കിട്ടത്തില്ല. അള്ളാഹിന്റെ റസൂൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, അതെല്ലാവരും പ്രാർത്ഥിച്ചോ. എന്താണെന്നറിയാവോ? അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ, പടച്ചവനെ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ഒരിക്കലും ദുനിയാവാകരുത്. എപ്പോഴും പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ,
ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ദുനിയാവാകരുത്. അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലക്ഷ്യം. അതാ അക്ബർ എന്ന് പറഞ്ഞാൽ അതല്ലേ, അള്ളാഹു അക്ബർ എന്ന് കേട്ടിട്ടില്ലേ? അള്ളാഹു ആവുന്നത് ഏറ്റവും വലിയവൻ. അപ്പൊ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ദുനിയാവാകരുത്. വലാ മബ്ലഗ ഇൽമിനാ, ഞങ്ങളുടെ വിജ്ഞാനത്തിന്റെ ആകത്തുകയും ഈ ദുനിയാവ് നേടാൻ വേണ്ടിയാകരുത്. അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ച ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ദുനിയാവാകരുത്. ഞങ്ങളുടെ വിജ്ഞാനം നേടുന്നതിന്റെ പ്രധാന ലക്ഷ്യവും എന്താകരുത്? ദുനിയാവാകരുത്. വലാ തുസല്ലിത് അലൈനാ മല്ലാ യർഹംനാ. 4-ാം തീയതിക്ക് മുമ്പ് പ്രാർത്ഥിച്ചു. ജൂൺ 4-ന് മുമ്പ് ഈ പ്രാർത്ഥന, അവസാനത്തെ പ്രാർത്ഥന അതാണ്. ജൂൺ 4-ന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ? വലാ തുസല്ലിത് അലൈനാ മല്ലാ യർഹംനാ. ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്തവരെ ഞങ്ങളുടെ ഭരണാധികാരിയാക്കരുതേ പഠിച്ചവന്. പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അപകടമാണ്. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. വലാ തുസല്ലിത് അലൈനാ മല്ലാ യർഹംനാ. ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്തവരെ ഞങ്ങളുടെ സുൽത്താൻമാരായി കൊണ്ടുവരരുതേ, ഞങ്ങളുടെ ഭരണാധികാരികളായി കൊണ്ടുവരരുതേ. ഓരോരുത്തർക്ക് ഭജനമിരിക്കുക ജയിക്കാൻ വേണ്ടി എവിടേക്കോ പോയി ഭജനമിരിക്കുന്നത് നല്ലചേക്ക് ഭജന ഇരുന്ന് ജയിപ്പിക്കുക. എങ്ങനെയെങ്കിലും ജയിച്ചു കയറണം. ഇനി 5 വർഷം തന്റെ കയ്യിൽ ഇരിക്കണം ഭരണം. എന്നാൽ മുസ്ലിം കുടുംബത്തിനെ എങ്ങനെ തുടച്ചു മാറ്റാം എന്ന് ചിന്തിച്ചോണ്ടിരിക്കും. എത്രയിടത്തൊക്കെ പ്രഭാഷണം നടത്തി, എത്രയിടത്ത്? ഏതെങ്കിലും പത്രപ്രവർത്തകർ ശക്തമായി പ്രതികരിച്ചോ? ഇങ്ങനെ ചെറിയ ചെറിയ വാർത്തകൾ വരുന്നു എന്നല്ലാതെ നാലോചിക്കേ. അപ്പൊ ഈ പ്രാർത്ഥന മറക്കരുത്. ഏതാണ് പ്രാർത്ഥന? വലാ തുസല്ലിത് അലൈനാ മല്ലാ യർഹംനാ. ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്തവരെ പഠിച്ചവനെ ഞങ്ങളുടെ സുൽത്താൻമാരാക്കരുത്, ഞങ്ങളുടെ ഭരണാധികാരികളാക്കരുത് എന്നും അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. ഒരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് സാമ്പത്തികമായി വളരെ ക്ലേശത്തിൽ നിൽക്കുന്ന ഒരു സമയം. പ്രമുഖ സഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. ജാബിർ ഇത്തിരി കഷ്ടത്തിലാണ്, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് ജാബിറിനെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞു. അങ്ങനെ ജാബിർ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ അദ്ദേഹത്തിന്റെ ക്ഷീണിച്ച ഒട്ടകവുമായി ഇങ്ങനെ നടന്നു പോയി. പ്രായമുണ്ട്, പ്രായാധിക്യത്തിലെത്തിയ ഒട്ടകമാണ്. അതിങ്ങനെ അതിന്റെ കയർ പിടിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ എതിരെ വരിക, സലാം ചൊല്ലി. അവർ കണ്ട് സലാം മടക്കി അള്ളാഹുവിന്റെ റസൂൽ. ഉടനെ തന്നെ ജാബിർ റളിയല്ലാഹുവിന്റെ ഒട്ടകത്തിന്റെ ആ വയറുഭാഗത്തൊന്ന് അള്ളാഹുവിന്റെ റസൂൽ കാരുണ്യത്തോടു കൂടി തടകി. എന്നിട്ട് ചോദിക്കുന്നു, ജാബിർ, ഈ ഒട്ടക എനിക്ക് വിൽക്കണം. ജാബിർ റളിയല്ലാഹുവിന്റെ ആശ്വാസം, ഇത് വിറ്റ് കിട്ടുന്ന പൈസ ഉണ്ടെങ്കിൽ ഇതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പൊ തൽക്കാലം മാറ്റാൻ പറ്റും. ഞാൻ വിൽക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ. എന്ത് തരണം വില? ഇന്ന വില തന്നാൽ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ആ വില, അദ്ദേഹം പറഞ്ഞ വില ജാബിർ റളിയല്ലാഹുവിന് കൊടുക്കുന്നു. അതിനുശേഷം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജമലക്ക വലക്ക സമൻ. നീ ഈ ഒട്ടകം കൂടെ എടുത്തോ, സമൻ നിനക്ക് തന്നെ. ഈ ഒട്ടകം ഞാൻ വാങ്ങി, ഞാൻ സ്വീകരിച്ചു. ഇനി ഈ ഒട്ടകം നിനക്ക് ഞാൻ ഹദിയ അങ്ങോട്ട് നൽകുക, ഈ വിലയും ഞാൻ ഹദിയായിട്ട് നൽകുക. അന്നേ അപ്പൊ ജാബിർ റളിയല്ലാഹു ഇരട്ടി സന്തോഷം. ഒട്ടകം നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ലോകത്തെ തന്നെ സഹായിക്കുന്നത് ഏറ്റവും ഉന്നതനായ അഷ്റഫുൽ ഖൽഖാണ്. തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഇടപെട്ടതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇപ്പോൾ ഈ സ്കൂൾ തുറക്കാൻ പോകുമ്പോൾ ഈ ചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ചിലപ്പോൾ നമ്മുടെ പെങ്ങന്മാരുടെ മക്കളൊക്കെ സ്കൂൾ യൂണിഫോം, സ്കൂൾ ബാഗ്, സ്കൂൾ ഐറ്റംസ്, അതുപോലെ തന്നെ മദ്രസയിലേക്ക് വേണ്ട സംഗതികളൊക്കെ ഇതൊക്കെ വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഉറപ്പായിട്ടും നമ്മുടെ അളിയന്മാര്, നമ്മുടെ പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ട വീട്ടുകാർ ചിലപ്പോൾ അളിയന് വലിയ ജോലിയൊന്നും ഉണ്ടാകില്ല. അല്ലെങ്കിൽ ഈ അളിയനും പെങ്ങളും നല്ല ജോലിക്കാരായിരിക്കും. ആങ്ങള, ഈ ആങ്ങളെന്നെ ആ മക്കൾ വിളിക്കുന്ന മാമാന്നാണല്ലോ, മാമാക്ക് വലിയ ജോലിയും കൂലിയൊന്നും ഉണ്ടാകില്ല. അല്ല നമ്മുടെ അയൽപക്കക്കാര്, അവരൊന്നും ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ കൈനീട്ടത്തില്ല, പക്ഷെ ആവശ്യക്കാരായിരിക്കും. ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ 1-ാം ക്ലാസ്സിൽ വിടണമെങ്കിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ഭയങ്കര ചാർജ് ആയിരിക്കും. അറിയാമല്ലോ, പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ കൊണ്ട് ചേർക്കണമെങ്കിൽ ഭയങ്കര പൈസയാണ്. അപ്പൊ നമ്മൾ ഈ ജാബിറിനെ അള്ളാഹുവിന്റെ റസൂൽ സഹായിച്ച മാതിരി ഇങ്ങനെയുള്ള മനുഷ്യരെ സഹായിക്കാൻ പറ്റും. അവരുടെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞുകൊണ്ട് നമ്മൾ അവരോട് ചോദിക്കാതെ അവരിലേക്ക് സഹായം എത്തിച്ചു കൊടുക്കുക. തന്റെ കുഞ്ഞിന് വേണ്ടി ഒരു സ്കൂൾ ബാഗ് വാങ്ങുമ്പോൾ തന്റെ പെങ്ങളുടെ മകന് കൂടെ ഒരു സ്കൂൾ ബാഗ് വാങ്ങും. തന്റെ കുഞ്ഞിന് വേണ്ടി യൂണിഫോം വാങ്ങുമ്പോൾ തന്റെ പെങ്ങളുടെ മകന് കൂടെ ഒരു യൂണിഫോം വാങ്ങുക. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി, അവിടെ പ്രശ്നം തീർന്നു. ജാബിർ റളിയല്ലാഹു അൻഹു സന്തോഷിച്ചതുപോലെ നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ അനിയന്മാരും നമ്മുടെ ജ്യേഷ്ഠന്മാരും ഒക്കെ സാമ്പത്തിക ഞെരുക്കമുള്ളവരാണെങ്കിൽ സഹായിക്കാൻ നമുക്ക് പറ്റും. സഹോദരങ്ങളെ, അത് മനസ്സിലാക്കിക്കൊണ്ട് സഹായിക്കുക. മൻഹുമാനി,
രണ്ട് ആർത്തന്മാർ ദുനിയാവിലുണ്ട്. അള്ളാഹു റസൂൽ പറയാം, രണ്ട് ആർത്തന്മാർ. ലാ യശ്ബഹാൻ, അവരുടെ വയറ് ഒരിക്കലും നിറയല. വയറ് ഒരിക്കലും നിറയാത്ത രണ്ട് ആർത്തന്മാർ ദുനിയാവിലുണ്ട്. ഒന്ന് മൻഹൂമുൻ ഫിൽ ഇൽമി, വിജ്ഞാനത്തിൽ ആർത്തിയുള്ളവർ. ലാ യശ്ബഹു മിൻഹു, അവന്റെ വയറ് എത്ര വിജ്ഞാനം കിട്ടിയാലും നിറയല. വിജ്ഞാനം അന്വേഷിച്ച് നടക്കുന്നവൻ, അവന് എത്ര വിജ്ഞാനം കിട്ടിയാലും വീണ്ടും വീണ്ടും അത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ആർത്തവനെ പറ്റി പറഞ്ഞത് ശ്രദ്ധിച്ചോ, മൻഹൂമുൻ ഫിൽ ദുനിയ, ദുനിയാവിൽ ആർത്തി പൂണ്ടവൻ. ലാ യശ്ബഹു മിൻഹ, അവന്റെ വയറും ഒരിക്കലും നിറയല. അവൻ എത്ര കിട്ടിയാലും മതിയാകില്ല, മറ്റുള്ളവരെ സഹായിക്കുകയില്ല. കാരണം ഇവന്റെ വയറ് നിറഞ്ഞിട്ട് വേണ്ട മറ്റുള്ളവരെ സഹായിക്കാൻ. അപ്പൊ അല്ലാഹു റസൂൽ പറഞ്ഞു, അങ്ങനെ ആകരുത് നിങ്ങൾ. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനസ്സുകൂടെ വളർത്തിയെടുക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ച ആ ഉമ്മ മരണപ്പെട്ടു. ഇന്നലില്ല, എറണാകുളം മാർക്കറ്റ് പള്ളിയിൽ ഖബർസ്ഥാനിൽ അവരെ കഴിഞ്ഞ ദിവസം അടക്കുകയും ചെയ്തു. 5 മക്കളുള്ള ഉമ്മയാണ്. അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ثبتها عند السؤال، اللهم ألهمها الجواب، اللهم اجعل القبر عن جنبيها، اللهم اغفر لها وارحمها، اللهم آمنها من كل الفزع. اللهم ثبتها عند السؤال. അള്ളാഹുവേ, നീ അവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവരെ നീ ഉറപ്പിച്ചു നിർത്തണേ, ഞങ്ങളെയും ഉറപ്പിച്ചു നിർത്തണേ. അല്ലാഹുമ്മ സബ്ബിത്ഹാ ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹൽ ജവാബ്. അല്ലാഹുവേ, നിന്റെ ചോദ്യങ്ങൾക്ക് ആൻസർ പറയാനുള്ള കഴിവ് ആ ഉമ്മക്കും ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹുമ്മ അൽഹിംഹൽ ജവാബ്. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹ. അല്ലാഹുവേ, ആ ഉമ്മയുടെ ഖബറിന്റെ പാർശ്വഭിത്തികളെ അവരുടെ 2 സൈഡിൽ നിന്നും നീ അകറ്റി ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. ജാഫിൽ ഖബ്റ അൻ ജംബൈഹ. അല്ലാഹുമ്മ ഗഫർ ലഹാ വർഹംഹ. അല്ലാഹുവേ, അവർക്ക് നീ പുറത്തു കൊടുക്കണം, അവരോട് നീ കാരുണ്യം കാണിക്കണം. അതുപോലെ ഞങ്ങൾക്കും നീ പുറത്തു തരണം, ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ മനസ്സുകൾക്ക് അല്ലാഹുവേ നീ ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. അല്ലാഹുവേ, 4-ാം തീയതി ഇന്ത്യ മഹാരാജ്യത്തിന്റെ റിസൾട്ട് വിടുകയാണ്. പഠിച്ചോനെ, ഞങ്ങൾക്ക് സങ്കടമുണ്ടാകുന്ന ഒരു റിസൾട്ട് ആകരുത്. ഈ മുസ്ലിം ഉമ്മത്തിനോട് കാരുണ്യവും സ്നേഹവും കാണിക്കുന്ന ഭരണാധികാരികളെ ഈ രാജ്യത്ത് നൽകി നീ അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിനെ തുടച്ചു നിൽക്കാൻ നടക്കുന്ന ടീമിനെ നീ പരാജയപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹുവേ, ആ ഫലസ്തീനിലെ മക്കൾ, ആ കുഞ്ഞു പിഞ്ചു മക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ജൂതൻ എന്ന ഭീകരൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവേ, അവരൊക്കെ താമസിച്ച ടെന്റുകളിൽ വരെ അഗ്നി വിതറി, ബോംബ് വിതറി, പൊടിമക്കളെ അടക്കം ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് റഹ്മാനെ. നിന്റെ കാരുണ്യമല്ലാതെ, നിന്റെ സ്നേഹമല്ലാതെ, നിന്റെ വാത്സല്യമല്ലാതെ വേറെ ഒന്നും ആ മക്കൾക്ക് കിട്ടാനില്ല റഹ്മാനെ. അവർക്ക് നീ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണമേ റഹ്മാനെ. ആ മാതാപിതാക്കൾക്ക് ക്ഷമിക്കാനുള്ള കഴിവ് നൽകണമേ റഹ്മാനെ. ആ ഉമ്മത്തിന്റെ മനസ്സിനെ നീ ഉറപ്പിച്ചു നിർത്തണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. آمين برحمتك يا رب.